ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിൽ 2-ാം അധ്യായത്തിൽ 5-ാം തിരുലിഖിതം, യാക്കോബിൻ്റെ ഭവനമേ വരിക, നമുക്ക് കർത്താവിൻ്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. ഈ നിമിഷങ്ങളിൽ ദൈവവചന ശ്രവണത്തിനായി, ദൈവരാജ്യത്തിൻ്റെ അഭിഷേകത്തിനായി തൻ്റെ ആത്മാവിനാൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുള്ള എല്ലാ സഹോദരീ സഹോദരന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതം, നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു, സമുദ്രമോ നിറയുന്നില്ലല്ലോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2 കരങ്ങളും തുറന്നു പിടിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഈ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതകരമായി ഇടപെടുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവേ, ഈ വചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ വചനം പ്രഘോഷിക്കുന്ന ഈ എളിയ ദാസന്റെ മേലും ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നാനാജാതി മതസ്ഥരായ ലോകമെമ്പാടുമുള്ള എല്ലാ സഹോദരീ സഹോദരന്മാരുടെ മേലും പരിശുദ്ധാരൂപിയെ സൗഖ്യമായി, ഉണർവായി, അഭിഷേകമായി, വിശുദ്ധിയായി, കൃപയായി, ദൈവസ്നേഹമായി വ്യാപരിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിതത്തിന്മേൽ വീശിടുക. അരുവിയേ, ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, സൗഖ്യത്തിന്റെ ആത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ വിശുദ്ധിയുടെ ആത്മാവേ, ജീവനില്ലാത്ത ജീവിതത്തിൻ അഭിഷേകത്തിന്റെ ആത്മാവേ, വീശിടുക. വീണ്ടും ജീവനേകുക, സ്പർശിക്കണമേ. വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. നീ എന്നിൽ നിറഞ്ഞിടുക. നീ എന്നിൽ നിറഞ്ഞിടുക. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളെ എവിടുന്ന് കാണണമേ. ഒരുപാട് പേര് പാപത്തിന്റെ സർപ്പദംശനമേറ്റ്, പാപത്തിന്റെ വിഷബാധയേറ്റ് വേദനിക്കുകയാണ്. ഒരുപാട് പേരുടെ ഹൃദയങ്ങളിൽ ദുർമോഹങ്ങളും എല്ലാ തരത്തിലുള്ള തിന്മകളും കൂടുകെട്ടി വിശുദ്ധി നഷ്ടപ്പെട്ട് പ്രാർത്ഥനയിൽ മുരടിച്ച് വിശ്വാസം മങ്ങിപ്പോയി ആത്മാവിൽ മന്ദത ബാധിച്ചിരിക്കുകയാണ്. പരിശുദ്ധാരൂപിയെ, തളർന്ന ജീവിതങ്ങളെ സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പാവനാത്മാവേ, മുള്ളുകൾ നിറയും എൻ മരുഭൂവിൽ, പാപങ്ങളേറെയുള്ള എൻ ജഡത്തിന്മേൽ തീടുക. ഇടപെടണമേ. ശുദ്ധി നൽകുക, അരൂപിയേ, അഗ്നി നൽകുക.
പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പാവനാത്മാവേ പരിശുദ്ധാത്മാവേ മുള്ളുകൾ നിറയും എൻ മരുഭൂവിൽ പാപങ്ങളേറെയുള്ള പരിശുദ്ധാത്മാവേ ജഡത്തിന്മേൽ തീടുക. വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും പരിശുദ്ധാത്മാവേ നൽകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. സ്പർശിക്കണമേ. നീ എന്നിൽ നിറഞ്ഞിടുക. നീ എന്നിൽ നിറഞ്ഞിടുക. പരിശുദ്ധാത്മാവേ ഇപ്പോൾ തിരുസന്നിധിയിൽ ഭയഭക്തികളോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ ബാലികാ ബാലന്മാരെയും വിദ്യാർത്ഥിനികളെയും അവിടെ നിന്ന് സ്പർശിക്കണമേ. ഓരോ ജീവിത സാഹചര്യങ്ങളുടെ സങ്കീർണമായ ചില പ്രത്യേക അവസ്ഥകളിൽ കടന്നു പോകുന്ന ഓരോ ജീവിതങ്ങളെ സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ. പഠിക്കാൻ കഴിവില്ലാത്ത കുഞ്ഞുങ്ങളെ, ബാലികാ ബാലന്മാരെ, വിദ്യാർത്ഥിനികളെ സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ. പലതരത്തിലുള്ള സാഹചര്യങ്ങൾ കടന്നുപോയി നിരാശ, സങ്കടം, വിഷമം, അവിശ്വാസം, നിരീശ്വര ചിന്ത, ദൈവനിഷേധം, താന്തോന്നിത്തം, വഷള സ്വഭാവം, മൂഢത എന്നിവയ്ക്ക് അടിമപ്പെട്ട ഓരോ ജീവിതങ്ങളെ സ്പർശിക്കണമേ. രോഗികളായ ഓരോ മക്കളെ സ്പർശിക്കണമേ. ഇനി ഞാൻ എന്തിനു ജീവിക്കണം? നിരാശയ്ക്ക് അടിമപ്പെട്ട ജീവിതങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ. എത്ര പ്രാർത്ഥിച്ചിട്ടും വചനം കേട്ടിട്ടും ഒരു അനുഭവം കിട്ടാത്ത ജീവിതങ്ങളെ സ്പർശിക്കണമേ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, മനസ്സ് തുറന്ന് സ്തുതിക്കുക. മകനെ, മകളെ, ഇപ്പോൾ നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണോ, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണോ, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണോ, അത് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് കരങ്ങൾ നന്നായി ഉയർത്തി ഈ കൂട്ടായ്മയോട് ചേർന്ന് ഹൃദയം തുറന്ന് അറിയാവുന്നതുപോലെ ദൈവസന്നിധിയിൽ ഉറക്കെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ സ്പർശിക്കണമേ, ഇടപെടണമേ. ഓരോ കുടുംബങ്ങളെയും കുടുംബ സാഹചര്യങ്ങളെയും ഇപ്പോൾ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. കുഞ്ഞുങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ. ഓരോ ദുർപീഡകളാൽ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഇപ്പോൾ സൗഖ്യപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭാപ്രസംഗകന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം, നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു, സമുദ്രമോ നിറയുന്നില്ലല്ലോ. ഈ ഒരു വചനം നമ്മുടെ പഠനത്തിന് വേണ്ടി ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുകയാണ്. ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഒന്ന് വിശദീകരിച്ച് പഠിക്കാൻ യെശയ്യാ പ്രവചനത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ 13ഉം 14ഉം തിരുലിഖിതങ്ങൾ നമ്മളെ സഹായിക്കുന്നു. എൻ്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. അവരുടെ പ്രഭുക്കന്മാർ വിശപ്പ് കൊണ്ട് മരിക്കുകയും അനേകർ ദാഹാർത്തരായി കഴിയുകയും ചെയ്യുന്നു. അതിനാൽ പാതാളത്തിൻ്റെ ആർത്തി വർദ്ധിച്ചിരിക്കുന്നു. സീമാതീതമായി അത് വാ പിളർന്നിരിക്കുന്നു. ജെറുസലേമിലെ കുലീനരും സാധാരണക്കാരും അവിടുത്തെ വലിയ ആൾക്കൂട്ടവും അവളിൽ അഭിമാനം കൊള്ളുന്നവരും അതിൽ നിബദിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുകയാണ്, എൻ്റെ ജനം അജ്ഞത നിമിത്തം നശിക്കുന്നു.
ആരൊക്കെയാണ് നശിക്കുന്നത്? പ്രഭുക്കന്മാർ, കുലീനന്മാർ, സാധാരണക്കാർ, എല്ലാ ജീവിതാന്തസ്സിലും പെട്ടവർ നശിക്കും. അവളുടെ വലിയ ആൾക്കൂട്ടം ഇതാ പാതാളത്തിലേക്ക് നിപതിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. എന്താ കാരണം? അജ്ഞത നിമിത്തം നശിക്കുന്നു. അജ്ഞത നശിക്കുന്ന ജനത്തിൻ്റെ പ്രത്യേകത എന്താ? അവരുടെ പ്രഭുക്കന്മാർ വിശപ്പ് കൊണ്ട് മരിക്കുകയും അനേകർ ദാഹാർത്തരായി കഴിയുകയും ചെയ്യുന്നു. ഇതാണ് കാര്യം. വിശപ്പ് കൊണ്ട് മരിക്കുന്നവർ, ദാഹാർത്തരായി കഴിയുന്ന എണ്ണമറ്റ ദൈവജനം. ഇതിനെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. വിശുദ്ധ ബെർണാർഡ് ഇതിനെക്കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ നമുക്ക് നൽകുന്നുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. വിശുദ്ധ ബെർണാർഡ് പറയുന്നു, വളരെയേറെ ആളുകളെ ഇതാ ഞാൻ കണ്ടു. അവരിൽ അധികം പേരും വിശപ്പ് സഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇവരിൽ ചിലർ മണ്ണ് തിന്നുകൊണ്ട് തൃപ്തി അടയുന്നു. ഇവരെ പിശുക്കന്മാരോട് സദൃശപ്പെടുത്താം. അവരാണ് പിശുക്കന്മാർ. വേറെ ചിലർ കാറ്റിനെ ഭക്ഷണമാക്കിയിരിക്കുന്നു. ഇവരെ കീർത്തിയും ബഹുമാനവും ആഗ്രഹിക്കുന്നവരെ സദൃശപ്പെടുത്താം. അവരാണ് ബഹുമാനം കാക്ഷിക്കുന്നവർ. ഇനിയും ചിലർ തീച്ചുളയിൽ നിന്ന് തിന്നുകയും കുടിക്കുകയും തീ തുപ്പുകയും ചെയ്യുന്നു. ഇവർ അരിശക്കാരും കോപിഷ്ഠന്മാരുമാകുന്നു. വീണ്ടും ഒരു കൂട്ടർ ദുർഗന്ധം വമിക്കുന്ന കുളത്തിൽ കിടന്ന് അഴുക്കുവെള്ളം കുടിക്കുന്നു. ഇവർ ജഡമോഹങ്ങളിലും മാംസദാഹാദികളിലും കഴിയുന്നവരാണ്. മാംസദാഹത്തിന്റെ അഗ്നിയിൽ എരിയുന്നവര്. വിശുദ്ധ ബെർണാർഡ് ലോകത്തിലുള്ള ദൈവജനത്തിന്റെ വേദന എല്ലാം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയപ്പോ അവരുടെ വിശപ്പിനെ കുറിച്ചും ദാഹത്തെക്കുറിച്ചും ഇതാ ആലങ്കാരികമായി നമ്മളോട് സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഒട്ടുമിക്ക ആളുകളും വിശപ്പിലും ദാഹത്തിലും കഴിയുന്നവരാണ്. എന്താ ഈ വിശപ്പിന്റെ ദാഹത്തിന്റെ പ്രത്യേകത? യെശയ്യാ പ്രവചനത്തിൽ 9-ാം അധ്യായത്തിൽ 20-ാം വാക്യം പഠിപ്പിക്കുകയാണ്, അവർ തിന്നുന്നു എന്നാൽ വിശപ്പ് മാറുന്നില്ലല്ലോ, അവർ കുടിക്കുന്നു എന്നാൽ ദാഹം തീരുന്നില്ലല്ലോ, അവർ പുതയ്ക്കുന്നു എന്നാൽ കുളിര് മാറുന്നില്ലല്ലോ. തിന്നിട്ടും വിശപ്പ് മാറാത്തത്, കുടിച്ചിട്ടും ദാഹം തീരാത്തത്, അങ്ങനെ ഒരു പ്രത്യേക മേഖലയിലെ ഒരു വിശപ്പിനെ കുറിച്ചാണ് തിരുലിഖിതം നമ്മെ പഠിപ്പിക്കുന്നത്. അവർ തിന്നുന്നു എന്നിട്ടും അവരുടെ വിശപ്പ് മാറുന്നില്ലല്ലോ, അവർ കുടിക്കുന്നു എന്നിട്ടും അവരുടെ ദാഹം തീരുന്നില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ചുറ്റുമുള്ള അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു ആത്മീയ അനുഭവം അവർക്ക് ശക്തി പ്രാപിച്ച് ആത്മീയ മണ്ഡലത്തിൽ ദൈവകൃപയിൽ ആനന്ദിക്കാൻ പറ്റാത്തൊരു കാരണം ലോകത്തിൻ്റെ വിശപ്പ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ ദാഹം, അത് അവരുടെ ജീവിതത്തെ ഗ്രസിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് സഭാപ്രസംഗകന്റെ ഗ്രന്ഥത്തിൽ 1-ാം അധ്യായത്തിൽ 8-ാം വാക്യം പഠിപ്പിക്കുകയാണ്, സകലതും മനുഷ്യന് ക്ലേശഭൂയിഷ്ടം, അത് വിവരിക്കുക മനുഷ്യന് അസാധ്യം, കണ്ടിട്ട് കണ്ണിനോ കേട്ടിട്ട് ചെവിക്കോ മതി വരുന്നില്ലല്ലോ. മിഥ്യ, മിഥ്യ, സർവ്വതും മിഥ്യ. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം പഠിപ്പിക്കുകയാണ്, മിഥ്യകളിൽ മിഥ്യ, സകലതും മിഥ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യ ജീവിതം അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. വിശുദ്ധ ലിഖിതത്തിൽ മനുഷ്യൻ ഏർപ്പെട്ടിരിക്കുന്ന പല വ്യർത്ഥതകളെ കുറിച്ച് പറയുമ്പോൾ സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 3-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, മനുഷ്യന്റെ ഹൃദയം ഭ്രാന്തും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അത് ഓരോ ഭ്രാന്തിന് അടിമപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നനച്ചിരിക്കാത്ത നേരത്ത് പെട്ടെന്ന് മൃതരുടെ ലോകത്തേക്ക് പ്രവേശിക്കുന്നു. ഹല്ലേലൂയ. ഓരോ ജ്വരം, സ്വത്ത് നേടണം എന്നുള്ള ജ്വരം, കുറെ പേരും പെരുമയും ബഹുമാനവും വേണമെന്നുള്ള ജ്വരം, കുറെ ജഡമോഹത്തിന്റെ ജ്വരം, കുടിക്കണമെന്ന് കുറെ ജ്വരം, തിന്നണമെന്ന് കുറെ ജ്വരം, ഓരോ തരത്തിലുള്ള ജ്വരം. ധനം നേടണം, വീടുണ്ടാക്കണം, എസ്റ്റേറ്റ് ഉണ്ടാക്കണം, ജോലി വേണം, വലിയ വലിയ കാര്യങ്ങൾ, വലിയ വലിയ പ്രൗഢി, പത്രാസ്, പദവി, ഇതിനെല്ലാം ജ്വരം. അങ്ങനെല്ലാം ഓരോ ജ്വരത്തിൽ മുഴുകിയിരിക്കുമ്പോൾ പൊടുന്നനെ
മൃതരുടെ ലോകത്തേക്ക് പ്രവേശിക്കുന്നു. സത്യത്തിൽ ഇതുകൊണ്ട് ഏതെങ്കിലും മനുഷ്യന് തൃപ്തി വരുന്നുണ്ടോ? ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുന്നുണ്ടോ? ദ്രവ്യം മോഹിക്കുന്നവന്റെ സ്ഥിതി എന്താണ്? അവന് പിന്നെയും പിന്നെയും എത്രമാത്രം നമ്മൾ നേടുന്നുവോ അതിനനുസരിച്ച് ഇനിയും ഇനിയും കുന്നുകൂട്ടണം എന്ന ഒരു ത്വര, എന്ന ഒരു തൃഷ്ണ, എന്ന ഒരു ആസക്തി നമ്മൾ അത് ജ്വലിപ്പിക്കുകയാണ്. അത് പെട്രോൾ ഒഴിച്ചിങ്ങനെ കത്തിച്ചെടുക്കുകയാണ്. അത് നമ്മൾ എവിടെയാണ് കാണുന്നത്? സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല. ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല. 1000 കോടി അവൻ്റെ കയ്യിലുണ്ടെങ്കിലും പിന്നെയും അവൻ്റെ ആഗ്രഹം ഇത് പോരാ, കുറച്ചും കൂടി കുറച്ചും കൂടി കുറച്ചും കൂടി. ഇതാ പാതാളത്തിലേക്ക് അവൻ നിപതിക്കുകയായി. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഈ വിശപ്പിന്റെ പ്രത്യേകത. നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു, സമുദ്രമോ നിറയുന്നില്ലല്ലോ. കണ്ടിട്ടും കണ്ണിനും തൃപ്തി വരുന്നില്ല, ശേഖരിച്ചിട്ടും ഹൃദയം തൃപ്തമാകുന്നില്ല. അന്ത്യ സെക്കൻഡ് വരെ, അന്ത്യ നിമിഷം വരെ ഇതാ വ്യഗ്രത, വ്യഗ്രത, വീണ്ടും വ്യഗ്രത, മിഥ്യ, മിഥ്യ, സകലതും മിഥ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി പേരും പ്രശസ്തിയുടെ കാര്യം ചിന്തിച്ചു നോക്ക്. പേരും പ്രശസ്തി കിട്ടുന്ന ഒരു വ്യക്തിയുടെ സ്ഥിതി എന്താ? അവന് കിട്ടുന്ന കൊണ്ട് തൃപ്തി ഉണ്ടാകുന്നുണ്ടോ? 1 മെഡൽ കിട്ടുന്നവന് ഇനി 1 മെഡൽ, 2 മെഡൽ, 3 മെഡൽ, ഇങ്ങനെ കയറി കയറി പോവുകയാണ് അവൻ്റെ ആസക്തി. ഇതാ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി എണ്ണമില്ലാത്ത രാജ്യങ്ങൾ അദ്ദേഹം വെട്ടിപ്പിടിച്ച്, അങ്ങനെ എണ്ണമില്ലാത്ത രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്ന ചക്രവർത്തി ഇനിയും ഇനിയും ഞാൻ വെട്ടിപ്പിടിക്കാത്ത രാജ്യങ്ങൾ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ അവ എനിക്ക് കീഴടക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം കരയുകയാണ്. നോക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥിതി. എത്ര നേടിയിട്ടും, എത്ര വെട്ടിപ്പിടിച്ചിട്ടും, എത്രമാത്രം കൈപ്പിടിയിൽ ഒതുക്കിയിട്ടും ഹൃദയം തൃപ്തമാകുന്നില്ല. ഒരു ആസക്തി പിന്നെയും പിന്നെയും കത്തി കത്തി കയറുകയാണ്. വിഷയാസക്തരുടെ കാര്യം ചിന്തിക്കുക. മാംസദാഹത്താൽ എരിയുന്നവരുടെ അവസ്ഥ ചിന്തിച്ചു നോക്ക്. അവർ തൃപ്തി വരുന്നുണ്ടോ? ആ സമരിയക്കാരി സ്ത്രീയോട് ഈശോ പറഞ്ഞ എന്താ? ഞാൻ നൽകുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് ഇനി ദാഹിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം ആയിട്ടും പോരാ, എത്രമാത്രം സുഖിച്ചിട്ടും പോരാ. ഈ ലോകത്തിൽ ജഡമോഹങ്ങളിൽ പൂണ്ടു കിടക്കുന്ന ഓരോ വ്യക്തിയുടെയും ചിന്ത പോരാ പോരാ, ഇനിയും ഇനിയും. അതാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 2-ാം തിരുലിഖിതം പഠിപ്പിക്കുന്നത്. എൻ്റെ മകനെ, നീ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്. അത് ഒരു കാളക്കൂറ്റനെ പോലെ നിന്നെ കുത്തിക്കീറും. അത് നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്തും അവസാനം നീ ഒരു ഉണക്കമരമായി മാറും. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ശരീരത്തിൻ്റെ ആസക്തികള്, ജഡത്തിന്റെ മോഹങ്ങള്, ശരീരത്തിന്റെ പ്രവണതകള്, അത് ഒരിക്കലും ശമിക്കാത്ത തൃഷ്ണയായി ജീവിതത്തിൽ നിലകൊള്ളുകയാണ്. വിശുദ്ധ ഫിലിപ്പ് നേരി തൻ്റെ അടുത്ത് വന്നിരുന്ന അതീവ ബുദ്ധിമാനും സമർത്ഥനുമായിരുന്ന ഫ്രാൻസിസ് ദെ സാലസ് എന്ന് പറഞ്ഞ യുവാവിനോട് ചോദിച്ചു, നീ എന്തിനു വേണ്ടിയാണ് ഈ തലകുത്തി മറിഞ്ഞ് അധ്വാനിക്കുന്നത്? അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും പറഞ്ഞു. ഇത് കേട്ട് ഫിലിപ്പ് നേരി മന്ദസ്മിതം തൂക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മകനെ, നീ ഇങ്ങനെ അധ്വാനിച്ചാൽ നീ ഒരുപക്ഷെ ഈ ലോകത്തിലേക്ക് വെച്ച് വലിയ ഒരു പ്രഭുവായി തീരാം, അല്ലെങ്കിൽ വലിയൊരു വക്കീലോ, ഒരു പണ്ഡിതനോ, ഒരു ഡോക്ടറോ, ഒരു ന്യായാധിപനോ ആയിത്തീരാം, അല്ലെങ്കിൽ ഒരു വൈദികനോ, ഒരു മെത്രാനോ ആയിത്തീരാം. അതിനുശേഷം നിന്റെ സ്ഥിതി എന്താവും? ഒരുപക്ഷെ നീ ഒരു മാർപ്പാപ്പ ആയേക്കാം. അതിനുശേഷം നിന്റെ സ്ഥിതി എന്താവും? ഈ ചോദ്യം ഫ്രാൻസിസ് ദെ സാലസ് എന്ന് പറഞ്ഞ ഈ യുവാവിന്റെ ഹൃദയത്തെ സ്പർശിച്ച് വീട്ടിൽ പോയി അദ്ദേഹത്തിൽ വീണ്ടും വീണ്ടും ഈ ചോദ്യം ചിന്തകൾ ഉണർത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹം തൻ്റെ ജീവിതത്തെ യേശുക്രിസ്തുവിൻ്റെ പാദത്തിങ്കൽ സമർപ്പിച്ച് അദ്ദേഹം ഒരു മഹാവിശുദ്ധനായി ലോകത്ത് ആദരിക്കപ്പെടുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് ദെ സാലസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു ജീവിതമേ ഉള്ളൂ. അത് അഭിലാഷങ്ങൾ നിവർത്തിച്ച് നശിപ്പിച്ച് കളയരുത്. അത് ദൈവത്തിന് വേണ്ടി നീ സമർപ്പിക്കുമോ? നിന്റെ ആത്മാവിന് നിത്യതയ്ക്ക് വേണ്ടി നീ അധ്വാനിക്കുമോ? ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 33-ാം തിരുലിഖിതം, സ്വർഗത്തിൽ നിങ്ങൾക്കായി ഒടുങ്ങാത്ത നിക്ഷേപം സംഭരിച്ചു വെക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിൽക്കുകയാണ്, കരങ്ങൾ കൂപ്പിപ്പിടിക്കുകയാണ്. ഈ സമയം പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, എൻ്റെ ഈ ജീവിതം
ഒരേ ഒരു ജീവിതം. ഇത് ഈ ഭൂമിയിൽ ഈ അഭിലാഷങ്ങൾക്കും ആ അഭിലാഷങ്ങൾക്കും വേണ്ടി നശിപ്പിച്ച് കളയാനുള്ളതല്ലല്ലോ. എൻ്റെ ദൈവത്തെ അന്വേഷിക്കാൻ, എൻ്റെ ആത്മാവിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ, എൻ്റെ പിതാവിൻ്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രശോഭിക്കാൻ, നിത്യതയിൽ സമ്പാദ്യങ്ങൾ കൂട്ടാൻ വേണ്ടിയാണല്ലോ എൻ്റെ ദൈവം ഈ ജീവിതം തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവേ, മോഹങ്ങളേറെയുള്ള, ഒരുപാട് അഭിലാഷങ്ങളാൽ ഗ്രസിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ഈ ജീവിതത്തിലേക്ക് വരണമേ, എന്നെ സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ. പാവനാത്മാവേ, ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ, മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക. നിറയണമേ, സ്നേഹം നൽകുക, എന്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ, മോഹങ്ങളേറെയുള്ള സ്പർശിക്കണമേ, ഹൃദയത്തിൽ നിറഞ്ഞിടുക. എന്നെ സ്പർശിക്കണമേ. വീണ്ടും സ്നേഹം നൽകുക, ഇടപെടണമേ, ദാഹം തീർക്കുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. നീ എന്നിൽ നിറഞ്ഞിടുക. സഭാപ്രസംഗകന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം തിരുലിഖിതം. നദികൾ സമുദ്രത്തിലേക്ക് ഒഴുകുന്നു, എന്നാൽ അത് നിറയുന്നില്ലല്ലോ. സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമായ്ക്കും സ്നേഹമേ, നിൻ കാരുണ്യമിത്രയും ദീപ്തമോ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമേ, നിത്യനാം ദിവ്യകാരുണ്യമേ, എന്നുള്ളിലേറിയും സ്നേഹമേ, ആരാധന സ്തുതി സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും സൗഖ്യമുണ്ട്, വിശുദ്ധിയുണ്ട്, സ്വർഗത്തിൻ്റെ ദാനങ്ങളും സമ്പത്തും അവിടുന്ന് വർഷിക്കും. റോമാ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 12-13 തിരുലിഖിതങ്ങൾ. തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവിടുന്ന് സമ്പത്ത് വർഷിക്കുന്നു. 2 കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഈ നിമിഷം വലിയ ആഗ്രഹത്തോടെ രക്ഷിതാവിൻ്റെ നാമത്തെ ഉറക്കെ വിളിക്കുകയാണ്. യേശുവേ, യേശുവേ, ഉറക്കെ എല്ലാവരും വിളിക്കട്ടെ. കരങ്ങൾ ഉയർത്തുന്നു, സ്വരം ഉയർത്തുന്നു, മനസ്സ് തുറക്കുന്നു. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു, യേശുവേ, യേശുവേ, രക്ഷിതാവേ, തിരുരക്തത്താൽ
കഴുകണമേ എൻ്റെ കൊടുംപാപങ്ങൾ നിൻ തിരുരക്തത്താ കഴുകണമേ എൻ്റെ കൊടുംപാപങ്ങൾ